KP റഹ്മത്തുള്ള മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആണ് ഇങ്ങനൊരു വീട്ടിലെ പ്രസവം കൂടുന്നത്, അതാണ് ഇതിന് പിറകിലെന്നുള്ള ഒരു വ്യാഖ്യാനമൊക്കെ ഉണ്ട്. അത് പക്ഷേ അതങ്ങനെ പറയുന്നത് അതൊരു ഇസ്ലാമോഫോബിയ വളർത്തുകയാണ് എന്നുള്ളൊരു നിലപാടൊക്കെയാണ് പലരും സ്വീകരിക്കുകയും ചെയ്യുന്നത്. കൃത്യമായി കാരണം പറഞ്ഞില്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രതിരോധിക്കുക, ഇതെങ്ങനെയാണ് കുറയ്ക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. എന്താണ് താങ്കൾ നോക്കിക്കാണുന്നത്, ഏത് തരത്തിലാണ്? ന്യൂസ് 18 ചാനലിനെ ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും കാലം ഈ വിഷയത്തിൽ മറ്റ് ചാനലുകളൊക്കെ നടത്തിയത് തൊലിപ്പുറത്തുള്ള ചികിത്സയാണ്. അടിസ്ഥാനപരമായ വിഷയങ്ങൾ കണ്ടെത്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും ശ്രേഷ്ഠമായ മാധ്യമധർമ്മമാണ് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്ന വലിയ ഒരു വിഭാഗം ഉസ്താദുമാരുടെയും മുസ്ലിയാക്കന്മാരുടെയും വേഷമിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നുണ്ട് എന്നത് വളരെ സത്യമാണ്. ഒരു സംശയവുമില്ല, അത് ഇസ്ലാമോഫോബിയയുടെ ഭാഗമല്ല. മതം പഠിച്ചവർ തന്നെയാണ് എന്നെ പോലുള്ളവർ. മതം ഒരിക്കലും ഇസ്ലാം മതമാകട്ടെ മറ്റു മതങ്ങളാകട്ടെ ഒരു മതവും മതിയായ ചികിത്സ ലഭ്യമാക്കണം എന്നതിന് എതിരല്ല എന്നതാണ് സത്യം. മാത്രമല്ല, ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഒരു രോഗവും ഞാൻ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല അതിന് മരുന്നില്ലാതെ എന്ന് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അങ്ങനെ പറഞ്ഞ ഒരു സമൂഹം കഴിഞ്ഞ കുറെ കാലമായി സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും വാട്സപ്പ് കൂട്ടായ്മകളും ഫേസ്ബുക്കുകളും ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് പ്രാഥമികമായ മത പരിജ്ഞാനം പോലുമില്ലാത്ത ഈ സിറാജുദ്ദീനെ പോലുള്ള ചില വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഉസ്താദുമാർ ചേർന്നുകൊണ്ട് എന്തിനാണ് അള്ളാഹു ഉള്ളപ്പോൾ എന്തിനാണ് ചികിത്സ എന്നാണ് ചോദിക്കുന്നത്. ആന പ്രസവിക്കുന്നത് ആശുപത്രിയിലാണോ എന്ന് ചോദിച്ച വലിയ ഒരു മതവിഭാഗത്തിലെ പണ്ഡിതന്മാരുമുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനലുകൾ സെർച്ച് ചെയ്യുക. ആശുപത്രിയിൽ പോകേണ്ടതില്ല, അള്ളാഹു തന്ന രോഗങ്ങളെ അള്ളാഹു തന്നെ മാറ്റിത്തരും, മന്ത്രവും പിഞ്ഞാണം എഴുതിയ വെള്ളവും ഒക്കെ കുടിച്ചാൽ എത്ര ഗുരുതരമായ രോഗങ്ങളും മാറുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, പ്രസവാനന്തര വീട്ടിലെ പ്രസവങ്ങളും അല്ലാത്ത മരണങ്ങളും ഒക്കെ നടന്നപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഏതോ പഴയ കാലത്തുള്ള പുണ്യാത്മാക്കളുടെ പേരെഴുതിയ പിഞ്ഞാണത്തിലൊക്കെ വെള്ളമൊഴിച്ച് കുടിച്ചതിന് ശേഷം പ്രസവ സമയത്തുള്ള വേദന പോയി, ക്യാൻസർ മാറി, കിഡ്നി രോഗങ്ങൾ മാറി, ഡയാലിസിസ് ചെയ്തത് പോലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ തീർത്തും അവാസ്തവവും തീർത്തും നുണകളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ മറവിൽ ചികിത്സ ആവശ്യമില്ല, വീട്ടിൽ പ്രസവിച്ചോളൂ, നിങ്ങൾ RCCയിൽ പോകേണ്ടതില്ല, ഞങ്ങൾ തരുന്ന വെള്ളം കുടിച്ചാൽ അസുഖം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചൂഷണ മാഫിയ, അന്ധവിശ്വാസങ്ങളുടെ ചൂഷണ മാഫിയ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ പിടിച്ചു കെട്ടാനാണ് ആദ്യമായി ശ്രമിക്കേണ്ടത്. അക്യൂപങ്ക്ചറൊക്കെ അവസാനം വരുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മതപണ്ഡിതന്മാരെന്ന വേഷധാരികൾ ഉണ്ടാക്കുന്നതാണ് ചികിത്സ നിഷേധവും വീട്ടിലെ പ്രസവവും ഒക്കെ ആദ്യമായി നമ്മൾ മനസ്സിലാവും. മാത്രമല്ല, ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചത്, ഞങ്ങളുടെ ഉമ്മാമ പ്രസവിച്ചതൊക്കെ വീട്ടിലായിരുന്നു എന്ന ഗീർവാണങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള കാരണം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് 3 മാസത്തോളം ഒരു മൃതദേഹം വീട്ടിൽ വെച്ച് ആ മൃതദേഹത്തിന് ഔലിയ ജീവൻ നൽകുമെന്ന് പറഞ്ഞ സംഭവം മലപ്പുറം കുളത്തൂരിലാണ് ഉണ്ടായത്. ഇപ്പോൾ സിറാജുദ്ദീനും ഇപ്പോൾ ഇതാ ഭാര്യയെ കൊന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാകണം എന്നത് തന്നെയാണ് സത്യം. ശ്രീ KP റഹ്മത്തുള്ള, ഇതിനൊരു കണക്കാണ്. ശ്രീ KP റഹ്മത്തുള്ള, ഇതിനൊരു കണക്കാണ്. അതായത് ഈ വീട്ടിൽ പ്രസവം കൂടുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണോ, അത് മുസ്ലിം സമുദായത്തിൽ തന്നെയാണോ കൂടുന്നത്? ഇത് എല്ലായിടത്തും ജനസംഖ്യ കൂടുമ്പോൾ എല്ലായിടത്തും കൂടുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലെ കാര്യങ്ങൾ, മറ്റു സമുദായങ്ങളിലെ കാര്യങ്ങൾ പറയാത്തതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ശരിക്കും താങ്കൾ എത്രയോ വർഷങ്ങളായി അവിടെ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ്. മലപ്പുറത്ത് ഇത് കൂടുന്നുണ്ട്, മലപ്പുറത്ത് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഇത് കൂടുന്നുണ്ട്, അത് തന്നെയാണോ എന്റെ കണക്ക്? മുസ്ലിം സമുദായത്തിനിടയിൽ ഇത് കൂട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നു. പലതരം തരീക്കത്തുകളും പലതരം പ്രത്യേക കൂട്ടായ്മകളും ഉണ്ടായി. ആശുപത്രിയിൽ പോകേണ്ടതില്ല, ഡോക്ടർമാരെ കാണേണ്ടതില്ല,
ഗത്യന്തരമില്ലാതെ കാണുകയാണെങ്കിൽ തന്നെ മുസ്ലിം ഡോക്ടർമാരെ മാത്രമേ മുസ്ലിം സ്ത്രീകൾ കാണാവൂ എന്നൊക്കെ പറഞ്ഞ് തീർത്തും അടിസ്ഥാനരഹിതമായ മനുഷ്യത്വ വിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തുന്ന പ്രത്യേക സംഘങ്ങൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വിദ്യാഭ്യാസവും വിവേകവും ഉള്ളവരൊക്കെ ആശുപത്രികളിലേക്കും വൈദ്യസഹായത്തിലേക്കുമൊക്കെ പോകുമ്പോൾ സമൂഹത്തെ പിറകോട്ട് വലിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഖേദകരമായ മറ്റൊരു വസ്തുത, രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ പുരോഗമന ചിന്തയുള്ള മതസംഘടനകൾ പോലും ഇവരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നാൽ പലപ്പോഴും പരോക്ഷമായിട്ടാണെങ്കിലും ഇത്തരം വിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്താവനകളാണ് മതരാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ ധൈര്യം നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ ഇത് കൂടുന്നു എന്നത് തന്നെയാണ് സത്യം. അതിന് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പിന്തുണയുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യമായ നിലപാടെടുക്കുന്ന മതപണ്ഡിതന്മാരെ സംഘടനയിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും പുറത്താക്കാൻ ഈ ഇസ്ലാമിക മത സംഘടനകൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ശ്രീ കെ പി റഹ്മത്തുള്ള, മതപണ്ഡിതന്മാരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായം എന്ന് എടുത്തു പറഞ്ഞാൽ ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും, അങ്ങനെ ഒരു ഫോബിയ ഉണ്ടാക്കലാകും എന്ന് ഭയന്നുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതും കൂടി ഇതിനൊത്തൊരു വലിയൊരു ആശങ്കയായിട്ട് നിൽക്കുന്നില്ലേ? മാത്രമല്ല, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ആത്മീയ നേതൃത്വം പോലും ഇതിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് സത്യം. രാഷ്ട്രീയ മത നേതൃത്വം ജനങ്ങൾ വഴികേടിലേക്ക് പോകുമ്പോൾ, ഇരുട്ടിലേക്ക് പോകുമ്പോൾ അവരെ തിരുത്താനുള്ള ബാധ്യത ഈ സമുദായത്തിലെ മതരാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ശക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരതിനുള്ള നട്ടെല്ല് കാണിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം കാണിക്കണം എന്നാണ്. കാരണം മലപ്പുറം ജില്ലയിൽ കുത്തിവെപ്പുകൾ കുറയുന്നു എന്ന് പറഞ്ഞപ്പോൾ കലക്ടർ വിളിച്ച യോഗത്തിൽ മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ മത നേതൃത്വങ്ങൾ ഒരുമിച്ച് വന്ന് കുത്തിവെപ്പ് എടുക്കണമെന്ന് പറഞ്ഞതാണ്. എല്ലാ മതസംഘടനകളും പ്രതിരോധ കുത്തിവെപ്പുകൾ ചെയ്യുക തന്നെ വേണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന്. അതുപോലെ ഈ കാര്യങ്ങളിലും മത നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും പരസ്യമായി വന്ന് ആരോഗ്യ വകുപ്പിന്റെയും സർക്കാരിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ജനങ്ങളോട് ഉത്ബോധിപ്പിക്കണം, അല്ലെങ്കിൽ ബോധവൽക്കരിക്കണം. മതസംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ ആരോഗ്യരംഗത്തെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളെ പിന്തുണക്കാനുള്ള ബാധ്യത കൂടി അവരേറ്റെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഇസ്ലാമിക് ഫോബിയോ ഒന്നുമില്ല. ഇസ്ലാം ഇതിനെ അംഗീകരിക്കുന്നുമില്ല. മതപരമായ കാര്യങ്ങളിൽ ഇസ്ലാമുമായി ഈ അന്ധവിശ്വാസ കൂട്ടായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൂട്ടിക്കെട്ടേണ്ട കാര്യം തന്നെയില്ല. കാരണം ഇസ്ലാമിന് ഇവർ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളും മറ്റ് ആരോഗ്യരംഗത്തെ പ്രതിരോധ കുത്തിവെപ്പുകളെ എതിർക്കുന്നതാണെങ്കിലും വീട്ടിൽ പ്രസവിക്കുന്നതാണെങ്കിലും ചികിത്സ നൽകാതെ അസുഖം മാറുമെന്ന് പറയുന്നതുമായൊന്നും ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല എന്ന കാര്യം മതപണ്ഡിതന്മാർ തുറന്നു പറഞ്ഞുകൊണ്ട് പിന്നോട്ട് ആരോഗ്യരംഗത്തും ചികിത്സാ രംഗത്തുമൊക്കെ സമുദായത്തെ പിന്നോട്ടടിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്ന് തിരുത്തൽ. ഒറ്റ കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഇതിൽ മുജാഹിദ് വനിതാ വിഭാഗം ഇതിനൊക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഫാത്തിമ താലിയെ നമ്മൾ വിളിച്ചപ്പോഴും ഇതിനൊക്കെ എതിരെയാണ് മേജർ മുസ്ലിം സമുദായം എന്ന് പറയുന്നു. ഇത് സമുദായത്തിലെ മുസ്ലിം സ്ത്രീകൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും അഭിപ്രായം പറഞ്ഞതുകൊണ്ട് കാര്യമാകുന്നില്ല, അത് മറുവശത്തുനിന്നുകൂടി വരണം. ആ തരത്തിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ വരാൻ അത്ര ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ നേതാക്കന്മാരെങ്കിലും ആ വിഷയത്തിനകത്ത് എന്തെങ്കിലും പറയണം. ഇതില്ലെങ്കിൽ എങ്ങനെ തിരുത്തും? മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യധാരയിൽപ്പെടുന്ന രണ്ട് സുന്നി സംഘടനകൾ, EK വിഭാഗം സുന്നികളും AP വിഭാഗം സുന്നികളും, പിന്നീട് മലപ്പുറത്തിന്റെ ആത്മീയ നേതൃത്വമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലുള്ളവർ, ഇവരെല്ലാം ഇതിനെതിരെ പരസ്യമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നെങ്കിൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ എന്നതാണ് സത്യം. അതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെങ്കിലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണെങ്കിലും പാണക്കാട് സാദിഖ് അലി തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആ രീതിയിൽ ഈ അന്ധവിശ്വാസ മാഫിയയെയും മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെയും നേരിടാനും അവരെ തള്ളിപ്പറയാനും അവർ രംഗത്ത് വരണം എന്നതാണ് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്. റൈറ്റ്, വളരെയധികം നന്ദി. മാധ്യമ പ്രവർത്തകൻ KP റഹ്മത്തുള്ള വളരെ തുറന്ന അഭിപ്രായ പ്രകടനം കൂടിയാണ് നടത്തിയത്. എന്തുകൊണ്ട്
ഇതിനകത്ത് മുസ്ലിം സമുദായത്തിലെ ആത്മീയ നേതാക്കളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വലിയ വിഷയമാണ്. ഈ വിഷയം അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് നേരത്തെ ഡോക്ടർ ആരിഫ് ഹുസൈൻ അടക്കം വളരെ വൈകാരികപരമായിട്ടാണ് ചോദിക്കുകയും ചെയ്തത്. ഇതിനിടെ